ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതേ നമ്മൾ പ്രിലിംസ് എഴുതാൻ പോകുന്നവർ നിർബന്ധമായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമ്മുടെ ഈ 2026 ജൂലൈയിൽ നടന്നിട്ടുള്ള ഒരു LGS ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണേ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. കാലഗണന ക്രമത്തിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒന്നാമത്തേത് ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. പിന്നെ വരുന്നത് ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. പിന്നെ വരുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. ലാസ്റ്റ് വരുന്നത് CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. വർഷങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഗദ്ദാർ പാർട്ടി എന്നാണ് രൂപീകരിക്കുന്നത് 1913 കേട്ടോ. ഗദ്ദാർ പാർട്ടി എന്നാണ് രൂപീകരിക്കുന്നത് 1913. ഹോം റൂൾ പ്രസ്ഥാനം എന്നാണ് ആരംഭിക്കുന്നത് 1916 കേട്ടോ. ഹോം റൂൾ പ്രസ്ഥാനം എന്നാണ് ആരംഭിക്കുന്നത് 1916. പിന്നെ ഏതായിരുന്നു റൗലറ്റ് നിയമങ്ങൾ പാസ്സാക്കുന്നത് എന്നാണ് 1919 അല്ലേ റൗലറ്റ് നിയമങ്ങൾ പാസ്സാക്കുന്നത്. ശേഷം എന്താണ് 1923 സ്വരാജ് പാർട്ടി CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ വർഷം നോക്കുമ്പോൾ 1913 ഗദ്ദാർ പാർട്ടി, പിന്നീട് 16 എന്ത് ചെയ്തു ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നുണ്ട്. 19 റൗലറ്റ് നിയമങ്ങൾ പാസ്സാക്കുന്നത്. 23 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജയപ്രകാശ് നാരായണൻ, യുഗാന്തർ പാർട്ടി അജിത് സിംഗ്, ആസാദ് ഹിന്ദു ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. എയും ബിയും ആണ് ആൻസർ ആയിട്ടുള്ളത്. എയും ഡിയും ആണ് ആൻസർ ആയിട്ടുള്ളത്. എയും ഡിയും ആണ് ആൻസർ ആയിട്ടുള്ളത് കേട്ടോ, ശരിയായിട്ടുള്ളത്. ഗദ്ദർ പാർട്ടി ആരാണ് രൂപീകരിച്ചത്? ലാലാ ഹർദയാലാണ് രൂപീകരിച്ചത്. ആസാദ് ഹിന്ദു ഫൗജ് ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് അല്ലേ. അപ്പോൾ എയും ഡിയും ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. ശരിയായത് പഠിക്കണേ. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ആസാദ് ഹിന്ദു ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. ആനി ബസന്റിൻ്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. സമ്പാദ് കൗമുദി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ്. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. എയും സിയും ആണ് കേട്ടോ. എയും സിയും. എ ആരുടെ പത്രമാണ്? നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. ആനി ബസന്റിൻ്റെ പത്രം ഏതാണ്? ന്യൂ ഇന്ത്യ. അതുപോലെ തന്നെ കോമൺവെൽത്ത് അല്ലേ. ഇവിടെ നവജീവൻ എന്ന് പറയുന്നത് ആരുടെയാണ്? ഗാന്ധിജിയുടെ പത്രമാണ് അല്ലേ. ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണമാണ് നവജീവൻ എന്ന് പറയുന്നത് അല്ലേ. സമ്പാദ് കൗമുദി ആണെങ്കിലോ ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ല, ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെയാണ് അല്ലേ. രാജാറാം മോഹൻ റോയുടെ പത്രമാണ് സമ്പാദ് കൗമുദി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ്. അൽ അമൽ എന്ന് പറഞ്ഞത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ്. മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബിയും സിയും തെറ്റാണ് കേട്ടോ. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതാണ്? മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. കാലഗണന ക്രമത്തിലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരണം. പിന്നെ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
2025 ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? 2025 ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവരാരുമല്ല, 2019 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള പദവി അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ്: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡിയും എയും ബിയും ആണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. ഇത്രയുമാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത്. പഠിച്ചിട്ട് പോവാട്ടോ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, കൂടാതെ എന്താണ്, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം മുതലായവയാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും, മാനവശേഷി വികസനം, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. എന്തൊക്കെയാണ് പദ്ധതികൾ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതാണ്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് നമ്മുടെ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത് കേട്ടോ. പഞ്ചവത്സര പദ്ധതി നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോണേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ദുർഗാപൂർ ഇരുമ്പ് ഉരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കോറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡിയും എയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ദുർഗാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിലാണ് സ്ഥാപിച്ചത്. ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ നമ്മുടെ പ്രിലിംസിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19 മംഗൾയാൻ വിക്ഷേപിച്ചത് 2012 ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. എയും ബിയും സിയും ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളത് ആകെ ഡി മാത്രമേ ഉള്ളൂ. ആദിത്യ L1 എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സൂര്യഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് 23 അല്ലേ എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഓഗസ്റ്റ് 23 കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ്? 1975 ഏപ്രിൽ 19 കേട്ടോ. ഏപ്രിൽ 19 എന്ത് വിക്ഷേപിക്കുന്നത്? ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിക്കുന്നത് എന്നാണ്? 1975 ഏപ്രിൽ 19 മംഗൾയാനോ 2012 എന്നാണ് പറയുന്നത്. തെറ്റല്ലേ? എപ്പോഴാണ് വിക്ഷേപിച്ചത്? 2013 നവംബർ മാസം 5 മംഗൾയാൻ വിക്ഷേപിക്കുന്നത് അല്ലേ. മംഗൾയാൻ 1 വിക്ഷേപിക്കുന്നത്. 2013 നവംബർ 5 വിക്ഷേപിക്കുന്നത്. ഏതായിരുന്നു റോക്കറ്റ് വാഹനം? ഏതായിരുന്നു റോക്കറ്റ്? PSLV-C-25 ആയിരുന്നു കേട്ടോ റോക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV-C-25 ആയിരുന്നു. എവിടെ നിന്നാണ് അത് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു കേട്ടോ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ, ഓർത്തിരിക്കുക കേട്ടോ. മംഗൾയാൻ വിക്ഷേപിച്ചതെന്നാണ്? 2013 നവംബർ 5 PSLV-C-25 ആയിരുന്നു വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. എവിടെ വെച്ചിട്ടായിരുന്നു വിക്ഷേപണം? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണത് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാർഗിൽ വിജയദിനം ജൂലൈ 16 താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1970 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. എയും സിയും മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. സിംല കരാർ എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്.
കാർഗിൽ വിജയദിനം എന്നാണ്? ജൂലൈ 16 ജൂലൈ 26 കാർഗിൽ ദിനം എന്ന് പറയുന്നത്. കാർഗിൽ വിജയദിനമായിട്ട് ആഘോഷിക്കുന്നതെന്നാണ് ജൂലൈ 26. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഓപ്ഷൻ എ ആണ് ആൻസർ. ആർ വെങ്കിട്ടരമണിയാണ് കേട്ടോ. നിലവിലെ നമ്മുടെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി. പഠിച്ചിട്ട് പോകട്ടോ. നമ്മൾ കറണ്ട് അഫെയർ ക്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ താല്പര്യം ഉണ്ടെങ്കിൽ കയറിയിട്ട് കാണാം കേട്ടോ. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത്. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ഗ്യാനേഷ് കുമാർ ആണല്ലേ. അതിൽ ജ്ഞാനേഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗ്യാനേഷ് കുമാർ എന്ന് കാണുന്നുണ്ട് കേട്ടോ. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18-ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്താണ്? സതി, അയിത്തം, ബഹുമതികൾ, അടിമത്വം. എന്താണ് 18-ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത്? ഓപ്ഷൻ സി ബഹുമതികളാണ് കേട്ടോ. 18-ാം വകുപ്പിൽ എന്താണ് പറയുന്നത്? ബഹുമതികൾ നിർത്തലാക്കലിനെ കുറിച്ചാണ് അല്ലേ. ആർട്ടിക്കിൾ 18 പറയുന്നത്. അയിത്തം ഏതിലാണ്? അയിത്തം ആർട്ടിക്കിൾ ഏതാണ്? 17 അല്ലേ. 17 എന്താണ് പറയുന്നത്? അയിത്ത നിർമ്മാർജ്ജനവും. 18 എന്താണ്? ബഹുമതികൾ നിർത്തലാക്കലുമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? ഓപ്ഷൻ ഡി US ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് വകുപ്പിലാണ്? 51A അല്ലേ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകൾ ഏതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 51A. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ, സംസ്ഥാന, കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏതു പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എത്രാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്? 7-ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് കേട്ടോ. യൂണിയൻ, സംസ്ഥാന, കൺകറന്റ് ലിസ്റ്റുകൾ ഏതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? 7-ാം പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ബി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന് പറയുന്നത് കേട്ടോ. ആരാണ് കേരള നിയമസഭയുടെ സ്പീക്കർ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേട്ടോ. ഇപ്പോൾ ഈ പുതിയ നിയമസഭ ചോദിച്ചത് കൊണ്ട് എന്താണ് നിർബന്ധമായിട്ട് നമുക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ പ്രിലിംസിന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും അത് നല്ല വൃത്തിയിൽ പഠിച്ചിട്ട് പോകട്ടോ. മന്ത്രിമാരും വകുപ്പുകളും ഒക്കെ വൃത്തിയിൽ പഠിച്ചിട്ട് പോകട്ടോ. യുവജനം, അതുപോലെ തന്നെ ആരോഗ്യം, ഇതെല്ലാം വിദ്യാഭ്യാസം, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗം നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകട്ടോ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെ? നമ്മൾ നിയമസഭാ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെ? ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് മധ്യഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് മധ്യഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ് അല്ലേ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? കിഴക്ക് കിബീത്തു ആണ് അല്ലേ. കിഴക്കേതാണ്? കിബീത്തു. അത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് അല്ലേ. കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശിലാണ്. കിബീത്തു ആണ്. സ്ഥലം ചോദിച്ചാലാണ് കേട്ടോ കിബീത്തു. അതങ്ങനെ പറഞ്ഞ് പഠിച്ചത് കൊണ്ട് അതങ്ങനെ വന്നതാണ്. ഇവിടെ ഞാൻ ആൻസർ പറഞ്ഞില്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 2ഉം മാത്രമാണ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? സിന്ധു നദിയാണ് അറബിക്കടലിൽ ഇതിൽ തന്നിരിക്കുന്നതിൽ പഠിക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. പതിക്കുന്നത് ഏതാണ്? സിന്ധു നദിയാണ് അല്ലേ. ഇന്ത്യയുടെ മാനകരേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനകരേഖാംശം ഏതാണ്? ഓപ്ഷൻ ബി 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമ്മുടെ പ്രിലിംസിന് പ്രതീക്ഷിക്കാവുന്ന
ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആവും പ്രിലിംസിന് വരാൻ പോകുന്നത് കേട്ടോ, ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? ഓപ്ഷൻ എ, അലഹബാദ് മുതൽ നൈനി വരെയായിരുന്നു ഇത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ വ്യോമഗതാഗതം 1911 ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം എന്നാണ്? 1911. എവിടെ മുതലായിരുന്നു? അലഹബാദ് മുതൽ നൈനി വരെയായിരുന്നു ആദ്യത്തെ വ്യോമഗതാഗതം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓർത്തു വെച്ചേക്കണേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ഡി, എക്കൽ മണ്ണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ ബി, പറവൂർ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ശ്രീ കെ മുരളീധരനാണ് നിലവിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ശ്രീ കെ മുരളീധരൻ. മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, പറവൂർ. 2 പ്രാവശ്യം റിപ്പീറ്റ് വന്നിട്ടുണ്ടല്ലേ ആ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? കണ്ടുപിടിച്ചേ. ഓപ്ഷൻ ബി ആണ്, ഈ ഒന്ന് മാത്രമാണ് ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ബാക്കി നമുക്ക് നോക്കാം. ചീയപ്പാറ, തൊമ്മൻകുഞ്ഞ്, തൂവാനം, വളഞ്ചാനം, ന്യായംകോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ എന്നിവയെല്ലാം എന്താണ്? ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. ചീയപ്പാറ, തൊമ്മൻകുഞ്ഞ്, തൂവാനം, വളഞ്ചാനം, ന്യായംകോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ ഇത്രയും എന്തുണ്ട്? നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. ഇനി ചിലപ്പോൾ പ്രിലിംസിന് ഇതിന് ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടം ചോദിച്ചിട്ട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എഴുതാൻ കിട്ടണം. അപ്പോൾ ഇത് ഇത്രയും പഠിച്ച് വെക്കുക കേട്ടോ, അറിഞ്ഞിരിക്കുക. ഇടുക്കി ജില്ലയിലാണ് ഉൾപ്പെടുന്നത് അറിഞ്ഞിരിക്കുക കേട്ടോ. താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരി. എന്താണ് എല്ലാം? 100 കിലോമീറ്ററിലധികം നീളമുള്ള നദികളാണ്. ഏതൊക്കെയാണ്? ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ. ഇതെല്ലാം എന്താണ്? 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികളാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 4ഉം മാത്രമാണ്. AK ആന്റണിയും VK കൃഷ്ണമേനോനുമാണ് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? AK ആന്റണി, VK കൃഷ്ണമേനോൻ. നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി, നിലമ്പൂർ ടു ഗൂഡല്ലൂരാണ് നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്നത് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ചുരങ്ങളും നമ്മുടെ ഇന്ത്യയിലെ ചുരങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോണേ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ അന്നും ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, സർക്കസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മതികെട്ടാൻചോലയെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ട്രിഫേണിനെ ആനമുടിച്ചോലയിൽ കാണാം. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3, 4 പ്രസ്താവന എന്താണ്? ശരിയാണ്. മതികെട്ടാൻചോലയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എത്രയാണ്? 2003. മതികെട്ടാൻചോലയെ 2003 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ബ്ലാക്ക് ബുൾബുൾ പക്ഷി എവിടെ കാണാം? സൈലന്റ് വാലിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ട്രിഫേണിനെ എവിടെ കാണാം? ആനമുടിച്ചോലയിൽ കാണാം. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടന ഏതാണ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിർമ്മിക്കപ്പെട്ട മലയാളി. ഓപ്ഷൻ സി ആണ്. AK ബാലസുബ്രഹ്മണ്യനാണ് നിലവിലെ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. AK ബാലസുബ്രഹ്മണ്യൻ.
പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ ബി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളം എന്ന് പറയുന്നത്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ എ ആണ് 1998 മെയ് 17 കുടുംബശ്രീ പദ്ധതി ആരംഭിക്കുന്നത് കേട്ടോ. വർഷം എന്നാണ് 1998 മെയ് 17. കടൽ തീരത്തിൻ്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി കൊല്ലം. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിൻറ്റിംഗ് ഏതാണ്? ഓപ്ഷൻ സി ആണ് യശോദയും കൃഷ്ണനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടിക്ക് രൂപയ്ക്ക് സ്വന്തമാക്കിയിട്ടുള്ള വിഖ്യാതമായ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. യശോദയും കൃഷ്ണനും. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് അല്ലേ. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുന്നത്. 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചു. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികളാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തി. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ എ ആണ് ആൻസർ. 2, 3 ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. സവർണ ജാഥ ആരാണ്? മന്നത്ത് പത്മനാഭനാണ് നടത്തുന്നത് അല്ലേ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. എന്നാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്? 1809 ജനുവരി 11 കേട്ടോ. 1809 ജനുവരി 11 എന്ത് പുറപ്പെടുവിക്കുന്നത്? കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ പുറപ്പെടുവിക്കുന്നത്. ഓർത്തിരിക്കണേ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഇവിടെ നോബൽ സമ്മാനം ആദ്യത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി അമർത്യ സെൻ ആണ് അല്ലേ. സാമ്പത്തിക ശാസ്ത്രത്തിൽ ആദ്യത്തെ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചേർത്ത് നോക്കിയേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. ആത്മവിദ്യാസംഘം ആരുടെയാണ്? നമ്മുടെ വാഗ്ബടാനന്ദൻ. അരേ സമാജം KP കറുപ്പൻ. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഇതൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആരാണ് നേടിയിരിക്കുന്നത്? KG ശങ്കരപ്പിള്ള. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി AP അനിൽകുമാറാണ് നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ തന്നെ ഇപ്പോൾ 3 പ്രാവശ്യം നമ്മുടെ ഈ ഒരു മന്ത്രിസഭയുമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകാട്ടോ. കറണ്ട് അഫെയർന്ന് അത് തന്നെ ചോദിക്കട്ടെ. ഒരു 3 ക്വസ്റ്റ്യനെങ്കിലും നമുക്കും പ്രിലിംസിനും വരട്ടെ. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? മമ്മൂട്ടിക്കാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം. മമ്മൂട്ടിക്ക് കേട്ടോ. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏതാണ്? ഓപ്പറേഷൻ തൂഫാനാണ് അല്ലേ. ഓപ്പറേഷൻ തൂഫാനാണ്. നമ്മുടെ ആഭ്യന്തരമന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തല. അവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നൂതന പരിപാടി ഏതാണ്? ഓപ്പറേഷൻ തൂഫാനാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം ഏതാണ്? നമുക്കും അപ്പോൾ ഇതുവരേക്കുള്ള ഈ ജൂൺ വരേക്കുള്ള കറണ്ട് അഫെയർ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പ്രിലിംസിന് പറയാൻ പറ്റില്ലേ. ജൂണിലുള്ള ചില നല്ല എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള ഓപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിലെ കറണ്ട് അഫെയർ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ലേ, ഒരുപാട് പിന്നിലേക്കും ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കറണ്ട് അഫെയറുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നിയമസഭ, അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം, പിന്നെ ഇപ്പോൾ പുതിയ നമ്മുടെ ഈ ജൂൺ അവസാനം ജൂലൈയിലൊക്കെ തുടങ്ങിയ നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ. അപ്പോൾ ഒരുപാട് അങ്ങനെ പിന്നിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ജൂണും ജൂലൈയും ഏപ്രിലും മെയ്യിലൊക്കെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു മാസത്തെ കറണ്ട് അഫെയറുകൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം ഏതാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ ഡി 2000 ഒക്ടോബർ 17 കേട്ടോ. 2000 ഒക്ടോബർ 17 IT ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കുന്നത്. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി ഫുട്ബോളാണ് കേട്ടോ. സന്തോഷ് ട്രോഫി ഏതാണ്? ഫുട്ബോളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിയ്യാപുരമാണ് അല്ലേ. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം എവിടെ സ്ഥിതി ചെയ്യുന്നു? വിയ്യാപുരം. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? നിലവിലെ ISROയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു, ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നു, ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തി, ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ധമനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ളത് നോക്കാലോ. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു, ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തി, ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം എവിടെ ഒഴുകുന്നത്? ധമനിയിലൂടെ ഒഴുകുന്നത്. ഈ 3 പോയിന്റും പഠിച്ചിരിക്കുക കേട്ടോ. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണല്ലേ റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഗിരിജ എന്ന് പറഞ്ഞിട്ടുള്ളത് നെല്ലിൻ്റെ സങ്കര ഇനമല്ല. പവിത്ര, ഹ്രസ്വ, ജയ, അന്നപൂർണ ഇതൊക്കെ നെല്ലിൻ്റെ സങ്കര ഇനമാണ്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരത്താണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ഓപ്ഷൻ സി നിശബ്ദ വസന്തമാണ് അല്ലേ. അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള ബുക്കായിരുന്നു നിശബ്ദ വസന്തം എന്ന് പറയുന്നത് അല്ലേ. ഇതെന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്? 1962 അല്ലേ. ഇന്ത്യയിലെ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡോക്ടർ ഗാദർ വാലിയാണ് കേട്ടോ. തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ഗാദർ വാലി. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് ആരാണ്? ഡോക്ടർ ഗാദർ വാലി. കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ബ്രസീലാണ് കേട്ടോ. ബ്രസീലിലാണ് കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതാണ്? ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ് അല്ലേ. ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് ഏതാണ്? പ്രോട്ടോണും ന്യൂട്രോണും. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം? ഓപ്ഷൻ സി ശൂന്യത. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? ശൂന്യത. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ദൂരം, സ്ഥാനാന്തരം, സമയം, മാസ്. ഓപ്ഷൻ ബി ആണ് കൂട്ടത്തിൽ പെടാത്തത് അല്ലേ. എന്താണ് ഇവിടെ കാരണം? സ്ഥാനാന്തരം ഒരു സദിശ അളവാണ് അല്ലേ. സദിശ അളവാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. എന്താണ്? സദിശ അളവാണ്. മാസ്, ദൂരം, സമയം എല്ലാം അദിശ അളവാണ്. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് അല്ലേ. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം? ഓപ്ഷൻ എ ഹൈഡ്രജൻ. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യപഠന ദൗത്യം ഏതാണ്? ഓപ്ഷൻ ബി ആദിത്യ L1 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യപഠന ദൗത്യം എന്ന് പറയുന്നത്. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ എന്ന് പറയുന്നത്? നിസാർ ഏതൊക്കെയാണ്?
നാസയുടെയും ISROൻ്റെയും സംയുക്ത ദൗത്യമാണ് എന്ത് എന്ന് പറയുന്നത്? നിസാർ എന്ന് പറയുന്നത് കേട്ടോ. നാസയുടെയും ISROൻ്റെയും ദൗത്യമാണ് നിസാർ എന്ന് പറയുന്നത്. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി കൊതുക്. ഡെങ്കിപ്പനി പരത്തുന്ന ഏതാണ്? കൊതുക്. ഡെങ്കിപ്പനി ഒരു കൊതുക് ജന്യ രോഗമാണ് അല്ലേ. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? സിക്ക വൈറസ് പരത്തുന്ന കൊതുക്. ഓപ്ഷൻ എ ഈഡിസ് കൊതുകാണ് സിക്ക വൈറസ് പരത്തുന്നത് കേട്ടോ. ഈഡിസ് കൊതുകാണ് സിക്ക വൈറസ് പരത്തുന്നത്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? ഫുള്ള് കൊതുക് ക്വസ്റ്റ്യൻ ആയില്ലേ. മലേറിയ പരത്തുന്ന കൊതുക് അനോഫിലസ് കൊതുകാണ്. മലേറിയ പരത്തുന്നത് ആരാണ്? അനോഫിലസ് കൊതുകാണ്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ചിക്കൻ ബോക്സ് ആണ് അല്ലേ ഇല്ലാത്തത്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ചിക്കൻ ബോക്സ് ഉണ്ടാവില്ല. പിന്നെന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകും, വിഷാദ രോഗം ഉണ്ടാകും, പ്രമേഹവും ഉണ്ടാകും. കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? ഇതെല്ലാം എന്താണ്? കൊഴുപ്പടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളാണ്. പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം ഇതെല്ലാം എന്താണ്? അടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകും. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം മൂലമാണ് എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത്. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആർദ്രം മിഷനാണ് അല്ലേ. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആർദ്രം മിഷനാണ്. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ് അല്ലേ. മോഹൻലാലാണ് ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ളത്. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ അനുയാത്രയാണ് കേട്ടോ. അനുയാത്രയാണ് ഭിന്നശേഷി കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി എന്ന് പറയുന്നത്. അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ദിവസവും കുളിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകുക, അമിതമായി ഉപ്പ് കഴിക്കുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. അമിതമായി ഉപ്പ് കഴിക്കുന്നത് എന്താണ്? അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? ഓപ്ഷൻ സി 21 ലക്ഷം കുട്ടികളെയാണ് ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായിട്ട് പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചത് എത്ര കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടാണ്? 21 ലക്ഷം കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടാണ്. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലെയ്ഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? ഓപ്ഷൻ ബി UAEയിൽ നിന്നുള്ള യാത്രക്കാരനാണ് കേട്ടോ. എംപോക്സ് ക്ലെയ്ഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? UAEയിൽ നിന്നുള്ള യാത്രക്കാരനാണ് കേട്ടോ. എന്ത് ഡീറ്റെയിൽ ആയിട്ടാണല്ലേ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. 2020 എത്ര ക്വസ്റ്റ്യൻ ഒക്ടോബറിൽ വന്നു അല്ലേ? ഒക്ടോബർ 3 ക്വസ്റ്റ്യൻ ഒക്ടോബറിലായി. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബിയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേറി എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് അമീബിയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നത് കേട്ടോ. അറിഞ്ഞിരിക്കാൻ നെഗ്ലേറിയ ഫൗലേറി. ഇതിപ്പോൾ 2-3 ക്വസ്റ്റ്യനൊക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ രോഗകാരി ആരാണ്? നെഗ്ലേറിയ ഫൗലേറി എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് അമീബയാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നിനാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ഏത് മരുന്നാണ്? ഓപ്ഷൻ ബി ആണ് റെസ്പി ഫ്രഷ് TR മരുന്നാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് 2025 ഒക്ടോബറിൽ നിരോധിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ ഈ 4 ക്വസ്റ്റ്യനും ഒന്ന് വായിച്ചിരിക്കുക കേട്ടോ. 2025 ഒക്ടോബറിൽ നടന്ന ഒരു മാസത്തിലെ 4 ക്വസ്റ്റ്യനാണ് എടുത്തിരിക്കുന്നത്. കൊള്ളാം, നല്ല PSC ആണ്.
അപ്പോൾ ഇതിലെ നമ്മുടെ നാച്ചുറൽ സയൻസിലെ ഫിസിക്കൽ സയൻസിലെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ കറണ്ട് അഫെയർ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മന്ത്രിസഭ അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ നോബൽ സമ്മാനം ഇതിൽ ഏറ്റവും ആദ്യത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാലും നമ്മൾ 2024ലെയും 2025ലെയും നോബൽ സമ്മാനം നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ. അതൊക്കെ പ്രിലിംസിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല. കിട്ടിയ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് പുതിയതായിട്ട് പഠിക്കാൻ ശ്രമിക്കാണ്ട് പഠിച്ചതെല്ലാം നല്ല വൃത്തിയിൽ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ നല്ലൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്